ജലാലുദ്ദീൻ റൂമി എന്നിവരുടെ ഒരു ചിന്ത ഉണ്ടല്ലോ. അദ്ദേഹം പറയാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ശരീരത്തിന് നന്നായിട്ട് ഭക്ഷണം കൊടുക്കും. ശരീരത്തിന് നന്നായിട്ട് ഭക്ഷണം കൊടുത്ത് അതിനെ പരിപോഷിപ്പിച്ച് നിർത്തും. നമ്മൾ ഭക്ഷണം കഴിക്കൂല, നമ്മൾ ഭക്ഷണം കൊടുക്കൂല. ഏതായി നമ്മൾ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയും, ഒരു കുതിരയും കുതിരക്കാരനും. കുതിരക്കാരൻ കുതിരയെ ഉപയോഗിക്കുന്നത് അവൻ്റെ ഒരു വാഹനമായിട്ടാണ്. അവൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് കുതിര. ആ കുതിരയെ അവൻ അതിൻ്റെ ലയത്തിൽ കിട്ടും, കുതിരാലയത്തിൽ കിട്ടും. ആ കുതിരയ്ക്ക് അവൻ നന്നായിട്ട് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. അവൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെങ്കിലോ കുതിര നന്നായിട്ട് തടിച്ചു കൊഴുക്കും, ആരോഗ്യമുള്ളതായി മാറും. അവൻ മെലിഞ്ഞൊട്ടിയവനുമായി മാറും, ആരോഗ്യമില്ലാത്തവനാകും. എന്നതുപോലെയാണ് നമ്മുടെ ഈ ശരീരമെന്ന് പറയുന്നത് കുതിരയെ പോലെയാണ്. ശരീരത്തിലെ ആത്മാവോ അത് കുതിരക്കാരനെ പോലെയാണ്. ആ ആത്മാവിന് നമ്മൾ ഭക്ഷണം കൊടുക്കണം. ഈ ശരീരത്തിന് ഭക്ഷണം കൊടുത്താൽ ഈ ശരീരത്തെ നമ്മൾ ഉപേക്ഷിക്കാനുള്ളതാണ്. അതായത് ഈ ലോകത്ത് ആത്മാവിന് സഞ്ചരിക്കാനുള്ള ഒരു വാഹനം മാത്രമാണ് നമ്മുടെ ഈ ശരീരമെന്ന്. ആ ശരീരത്തെ വല്ലാതെ അങ്ങ് പരിപോഷിപ്പിക്കാനുള്ളതല്ല. അതിനേക്കാൾ അപ്പുറം എന്നെന്നും നിലനിൽക്കുന്ന നമ്മുടെ ആത്മാവിനെയാണ് ഭക്ഷണം കൊടുത്ത് പരിപോഷിപ്പിക്കേണ്ടത് എന്ന്. ഈ ശരീരത്തിന് നിലനിൽക്കാൻ ആത്മാവ് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ആത്മാവിന് നിലനിൽക്കാൻ ശരീരം ആവശ്യമില്ല. ആത്മാവെന്ന് ഈ ശരീരത്തെ കൂടൊഴിഞ്ഞു പോകുന്നുവോ അന്ന് ഈ ശരീരം ഒന്നിനും പറ്റാത്ത ദുർഗന്ധ വസ്തുവായിട്ട് മാറും. ആത്മാവ് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ആ ആത്മാവിന് ഭക്ഷണം കൊടുത്തുകൊണ്ട് അതിനെ നന്നായിട്ട് പരിപോഷിപ്പിച്ച് തടിപ്പിച്ച് കൊഴുപ്പിക്കണം. എന്താണ് ഈ ആത്മാവിൻ്റെ ഭക്ഷണം എന്നല്ലേ? ആത്മാവിൻ്റെ ഭക്ഷണങ്ങൾ ഒരുപാടുണ്ട്. അതിലേറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല തഫക്കുറുണ്ടാകുക എന്നുള്ളത്, ചിന്ത ഉണ്ടാകുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. പലതിലേക്കും അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് കാണാം. നമ്മൾ നോക്കിയേ, എല്ലാ ദിവസവും രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അധ്യാപനം എന്താ? മറ്റെന്ത് ഇബാദത്ത് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കാണിച്ചു തന്ന ഒരു തിരുചര്യണ്ടല്ലോ. എന്താ അത്? രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ ആകാശത്തിലേക്കോ അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിലേക്കോ നോക്കിയിട്ട് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. സൂറത്ത് ആൽ ഇംറാനിലെ അവസാന ഭാഗത്തുള്ള ആ ഏതാനും ചില ആയത്തുകൾ ഓതാൻ അല്ലേ? ഇവിടെയുള്ള രാവ് പകലുകൾ മാറി വരുന്നതിലും അന്തരീക്ഷത്തിലെ പല ദൃഷ്ടാന്തങ്ങളിലും വല്ലാതെ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ആയത്തുകളുണ്ട് എന്ന് പറയുന്ന, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചവൻ പറയുന്നു, അത് യഥാർത്ഥ ചിന്തയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചോനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലോ അല്ലല്ലോ എന്ന്